അങ്ങനെ നമ്മളങ്ങനെ പ്രേമിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒന്നല്ല. എനിക്കൊരു ഇഷ്ടം തോന്നി, ഞാൻ നേരിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് അങ്ങ് ആലോചിച്ച് അങ്ങനെ പ്രേമിച്ച് കിടക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. പൊതുവെ ഈ പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാന്ന് പറയുന്നത് വളരെ റയറാ. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയൂ. നല്ല നല്ല കാര്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഇത്. അപ്പൊ അതിന്റെ ഒരു പുറത്ത് എപ്പോഴാണ്ട് ഇഷ്ടപ്പെട്ടു പോയി ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് മിണ്ടായിരുന്നേ. ഞാൻ എല്ലായിടത്തും എങ്ങനെ തോന്നിപ്പോഴും. ഞാൻ ഇപ്പൊ ഇത്രയും നാളും ചെയ്ത വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ വേറെ ആരെയും ആ പരിസരത്ത് പോലും വരുത്തിക്കില്ല. ഇപ്പൊ ഒരാള് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര നാളെന്ന് വെച്ചാൽ ഞാനും ആ ട്രൈപ്പോഡും ക്യാമറയും മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ വെച്ചാണ് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ എങ്ങനെ വേണം എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ മാറ്റം വരുത്തണം, കുറച്ചുകൂടെയൊക്കെ ചെയ്യണം. ഈ മാറ്റം വരുത്താനായിട്ടാണോ ഈ പ്രൊപ്പോസൽ കഴിച്ചത് തന്നെ? അതൊരു നല്ല നേരത്തെ ചിന്തിച്ച് അല്ല, ഇവക്ക് ബോറടിച്ച് തുടങ്ങി കാണും ഒരാളായിട്ട് ഒറ്റയ്ക്കായിട്ട്. ഞാൻ തന്നെ ആൺവേഷം കിട്ടണം, പെൺവേഷം ഞാൻ ഒരാളായല്ലോ. വിഗൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പല വേഷങ്ങളാണ്. അമ്മയുണ്ട്, അമ്മായിമ്മയുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കെട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോ അമ്മയായിട്ട് വരുന്നു, അമ്മായിമ്മയായിട്ട് വരുന്നു, വിഗൊക്കെ ആയിട്ട്. സർപ്രൈസ്. ഈ ഫ്രണ്ടിൽ നിന്ന് ഹസ്ബൻഡിലേക്ക് വന്നപ്പോഴേ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ആൾക്ക്? പറ അങ്ങോട്ട്, എനിക്കും കൂടെ കേൾക്കണം. നല്ലൊരാളാണ്, അത് പറയാം. നല്ലൊരാള് എന്ന് പറയുമ്പോ എങ്ങനെ? ഞാൻ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, പരോപകാരിയാണ്, പറഞ്ഞു പറയും. സുന്ദരനാണ്, സുമുഖനാണ്. പല പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ഹസ്ബൻഡ് വേണമെന്ന് വിഷ് ചെയ്യുന്ന ചേട്ടനാണ്. പക്ഷെ ഇവള് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രൊപ്പോസൽ റിജക്ട് ചെയ്യും. അല്ല, അങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരില്ലേ? നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി പറയണം. നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞ് ചെയ്തത് തെറ്റാണെങ്കിൽ അത് നമ്മുടെ മുഖത്ത് നോക്കി പറയണം. അല്ലാണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങളാക്കുന്നതിന് പകരം നമ്മുടെ മുഖത്ത് നോക്കി എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെ വലിയ കാര്യം. ഞങ്ങൾ അത്രയ്ക്ക് ഇത്ര ആയിട്ടില്ല, എന്നാലും പറയാം, നമുക്ക് മുന്നോട്ടൊരു പോകുന്ന ലൈഫിൽ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, അല്ലാണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈക്വലായിട്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. എനിക്ക് എപ്പോഴും നല്ല ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇതിൽ നല്ലൊരു ഓപ്ഷൻ ഇല്ല. 6 വർഷമായിട്ട് അറിയാം. അപ്പം അതിനെക്കാട്ടും എന്നെ മനസ്സിലാക്കാനായിട്ട് ഇനിയിപ്പം വേറെ ഒരാളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ ഓക്കെ നേരത്തെ പറഞ്ഞോട്ട് ഓക്കെ പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ചിലർ പറയും ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത് അഭിനയത്തോടൊരു ഇഷ്ടം കൊണ്ടാണ് ഈ ഫീൽഡിൽ നിലനിൽക്കണേ. അഭിനയം ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഇപ്പൊ ചെയ്തത് അല്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന അഭിനയം തന്നെയാണ്. ഞാൻ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മത്സരങ്ങളിൽ പോലും ഈ അഭിനയമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോലും ഞാൻ പങ്കെടുത്തിട്ട് പോലും ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഒരാൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ വലുതാ. പിന്നെ ഇതുമായിട്ട് ഒരു മുന്നോട്ട് ഇപ്പൊ ഒരു സിനിമ, ഇപ്പൊ പലരും ചെയ്യുന്നത് സിനിമ അങ്ങനെയൊക്കെ മുന്നോട്ട് കണ്ടിട്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതിനോടൊരു ഇഷ്ടമുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം വെച്ച് ചെയ്യുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ട ചെയ്യണമെന്നാണല്ലോ, അങ്ങനെ അതിൻ്റെ ഒരു വെച്ചിൽ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനൊരു ഭാവി ഇപ്പോൾ ഒരു സിനിമയിലേക്ക് നാളെ ഒരു അവസരം കിട്ടും അങ്ങനെയൊന്നും ചെയ്യണ്ട. ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു കാര്യം അത്ര തന്നെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ 2 പേരാണ്. ആൻഡ് ഇവരെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഇവരിപ്പോൾ കപ്പിൾസ് കൂടിയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. താങ്ക് യു. ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു. ഈ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 1 മാസം ആയിട്ടില്ല. അപ്പൊ ഒരു പുതുമോടിയിലാണ് 2 പേരും വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പണ്ടത്തെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി ഈ ഫീൽഡിൽ എല്ലാവരുടെ പേര്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിളിലെ ആളുകളുടെ പേര് പറയുമ്പോൾ തന്നെ ശരി എന്നൊരു പേര് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ശരിയാണോ ആ ശരിയെന്ന് എനിക്കൊരു കൺഫ്യൂസ് ഇത് തന്നെയായിരുന്നു. അപ്പൊ ഓൾറെഡി ഇതൊരു ലവ് മാരേജ് ആണോ? അങ്ങനെ നമ്മളങ്ങനെ പ്രേമിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒന്നല്ല. എനിക്കൊരു ഇഷ്ടം തോന്നി, ഞാൻ നേരിട്ട് പറഞ്ഞു. പിന്നെ നമ്മള് വീട്ടുകാരൊക്കെ ആയിട്ട് അങ്ങ് ആലോചിച്ച് അങ്ങനെ പ്രേമിച്ച് കിടക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ നേരിട്ട് വീട്ടുകാരോട് അവതരിപ്പിച്ച് വീട്ടുകാർക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു 6 വർഷമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ്.
പണ്ട് ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഞങ്ങൾ ഈ ഗ്യാങ് ഉണ്ട്, ഓക്കെ. ഗ്രൂപ്പ് ഉണ്ട്. ആരൊക്കെ ഉണ്ട് ഗ്യാങ്ങിൽ? നീതുസ് ക്രിയേഷൻസ്, ആ, yes, yes, yes. സച്ചിൻ സെബാസ്റ്റ്യൻ ഉണ്ട്. ആ. പിന്നെ കോട്ടയം കുഞ്ഞന്നമ്മ, പൊന്നു അന്നമ്മ, Okay. അങ്ങനെ ഒരു കുറച്ച് പേര് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള, നമ്മൾ ഒരുമിച്ചാണ് ഈ ടിക്ടോക്കും അതേപോലെ യൂട്യൂബും എല്ലാം സ്റ്റാർട്ട് Start ചെയ്തത്. ആ. അപ്പൊ അന്ന് തൊട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആണ്. ഉം. അപ്പൊ അത് കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത്. എനിക്കൊരു ഇഷ്ടം തോന്നി, ഞാൻ പ്രപ്പോസ് ചെയ്തതാണ്. അങ്ങോട്ട് നീയാണ് വിളിച്ച് പ്രപ്പോസ് propose ചെയ്തു. ചെയ്യണേ? ഓക്കെ. അങ്ങനെ വിളിച്ച് പ്രപ്പോസ് ചെയ്ത് ആദ്യം നമുക്ക് വീട്ടുകാരായിട്ട് നേരിട്ട് സംസാരിക്കുക. ശരിക്കും അങ്ങനെ നമ്മളങ്ങനെ പ്രേമിച്ചെടുക്കാം ഇല്ല. അങ്ങനൊന്നും ഇല്ല. പ്രപ്പോസ് ചെയ്ത് എത്ര വർഷം കഴിഞ്ഞിട്ട് കല്യാണം? ഐ മീൻ 1.5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം. ഓക്കെ. ആദ്യം പ്രപ്പോസൽ തന്നെ പൊതുവെ ഈ ആ പെൺകുട്ടികൾ പ്രപ്പോസ് ചെയ്യാന്ന് പറയുന്നത് വളരെ റയറാ. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയൂ. ലൈഫിൽ ഇപ്പൊ നമ്മൾ ആൺകുട്ടികൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് പ്രപ്പോസ്, ഓൾറെഡി ഒരു ഇൻഫ്ലുവൻസർ കൂടി ആകുമ്പോൾ പ്രപ്പോസൽ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഫ്രണ്ട്സ് സർക്കിളിൽ അറിയുന്ന ഒരാള് 6 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു പ്രപ്പോസലായിട്ട് വരുന്ന സമയത്ത് എന്തായിരുന്നു റിയാക്ഷൻ? ശരിക്കും എന്തായിരുന്നു റിയാക്ഷൻ? അങ്ങനെ വലിയ റിയാക്ഷൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു റിയാക്ഷൻ ഇല്ലായിരുന്നു. അതിനും അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല ആളെ കുറിച്ച്? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പം ആ ഞാൻ രീതിയിലേക്ക് നോക്കാന്ന് പറഞ്ഞു. അടിച്ചില്ല. ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് നാളിനുള്ളിൽ തന്നെ വീട്ടുകാരെ അറിയിച്ച്. അതേ അങ്ങനെ ലേറ്റ് ആക്കിയില്ല. എത്ര നമ്മള് അങ്ങനെ രണ്ടുപേരും പോവാ 2 വീട്ടുകാരെ അറിയിച്ച്. അവർക്കും കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു അവർക്ക്. പറഞ്ഞ തൊട്ടിലെ ഞങ്ങൾ എൻ്റെ ഒരു മെച്ചൂർഡ് ആണ്. അപ്പൊ പിന്നെ ഈ പ്രേമിച്ച് അങ്ങനെ ആ, നടന്നിട്ടില്ല. ഡയറക്റ്റ് വീട്ടുകാരെ അറിയിച്ച് കല്യാണം. വീട്ടുകാർക്ക് ഒരു അറേഞ്ച് മാരേജ് ആ, അങ്ങനെ അങ്ങനെയും പറയാം അല്ലേ? പക്ഷെ പുറമേ നോക്കുന്നവർക്ക് ലവ് മാരേജ് ആയിട്ടാ തോന്നുന്നു. തോന്നുക. കാരണം ഈ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എങ്ങനെ ഈ ഒരു സംഭവിച്ചു എന്ന് ആൾക്കാർക്ക് കുറെ ഒരു നാളുകൊണ്ട് ക്യൂരിയോസിറ്റി. അറിയാം, അതെ വീഡിയോസിലുണ്ടായിരുന്നു. അതെ, നമ്മൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്നാലും ഞാൻ ചോദിക്കട്ടെ, ശരിചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാണ്, റൈറ്റ്? അപ്പം നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും, നമുക്കൊരു ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, പ്രണയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? അല്ല, ഞാൻ അങ്ങനെ ഇഷ്ടം തോന്നിയതെന്ന് വെച്ചാൽ പുള്ളിയുടെ പെരുമാറ്റം നല്ല, നമ്മളോട് സംസാരിക്കുന്നത് ഇരുത്തി പോക്കി അങ്ങനെയൊന്നുമില്ല, ഉള്ളിൽ നമ്മളോട് നല്ല നല്ല കാര്യമായിട്ടായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. നമ്മളിപ്പോ ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഇത്. അപ്പൊ അതിന്റെ ഒരു പുറത്ത് എപ്പോഴാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് മിണ്ടായിരുന്നേ. ഞാൻ എല്ലായിടത്തും അങ്ങനെ തോന്നിപ്പോഴും മിണ്ടാതിരുന്ന് ഇഷ്ടം തോന്നിയെന്നൊക്കെ. എന്തോ പിന്നെ ഓരോ ദൈവീതം നമുക്ക് വിധിച്ച ആള് എന്നൊരു എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തി. ആ റൂട്ട് അങ്ങ് പോച്ചു എന്നൊക്കെ. തിരിച്ചും ഇപ്പൊ ലിയ ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്, ഐ മീൻ ഓൾറെഡി ഞാൻ ഇങ്ങനെ പ്രൊപ്പോസൽ വന്നപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അറിയാത്ത ഒരാളിലോട്ട് പോകുന്നേക്കാട്ടും നല്ലല്ലേ നന്നായി അറിയാം, എന്റെ കാര്യങ്ങളും അറിയാം. സോ ഞാൻ ഓക്കെ പറയാം. ലിയ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ലൈഫിൽ കിട്ടിയെന്ന് തോന്നുന്നു, അല്ലേ? അതെ, ഫീൽ ചെയ്തു അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടാണോ? കാരണം ലിയ സംസാരിക്കുമ്പോ പോലെ ആയാലും റിയാക്ഷൻസ് ആയാലും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യണു. പേടിച്ചിട്ട് ഞാൻ നോക്കണേന്നൊക്കെ. പുള്ളി ചെറിയ പേടിയാണോ? ഓക്കെ അല്ലേ? ഇവളെ പേടിയൊന്നും ഇല്ല. ഇല്ല, ഇവ രണ്ടുപേരും പ്രൊഫഷൻ എന്ന് വെച്ചാൽ രണ്ടും വ്യത്യസ്ത. എഞ്ചിനീയർ ആണ്, പഠിച്ചത് വേറൊരു കോഴ്സാണ്, പക്ഷെ ചെയ്യുന്നത് ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ ആണ്. രണ്ടുപേർക്ക് ഈ ചിലര് പറയും ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത് അഭിനയത്തോടൊരു ഇഷ്ടം കൊണ്ടാണ് ഈ ഫീൽഡിൽ നിലനിൽക്കണേ. അഭിനയം ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഇപ്പൊ ചെയ്തത് അല്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആ അഭിനയം തന്നെയാ. സോ എങ്ങനെ ശരിക്കും ഈ ഒരു ഫീൽഡിലെത്തി? ഞാനൊരു 5 വർഷമായി, ശരിക്കും 5 അല്ല 6 വർഷമായി, ടിക്ടോക്ക് കൂടെ കൂട്ടി ഒരു 6 വർഷമായി ശരിക്കും പറഞ്ഞ് ഈ ഇങ്ങനെ കോണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിട്ട്, അതായത് BSc സൈബർ ഫോറൻസിക്കാണ് പഠിച്ചിട്ട് സെക്കൻഡ് ഇയർ ആ സമയത്ത് കൊറോണയൊക്കെ വന്നില്ലേ, ആ സമയത്തായിരുന്നു ഞാൻ ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഈ ലിപ്സിംഗ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഈ മ്യൂസിക്കിനൊക്കെ അങ്ങനത്തെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടന്റുകൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പോകുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ ചെയ്തൊന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്കും ടിക്ടോക്ക് ബാൻ ആയിപ്പോയി. പിന്നെ യൂട്യൂബിൽ വെറുതെ ആ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അത് കുറച്ച് ഓഡിയൻസ് ഒക്കെ വന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ് ഇതിലേക്ക് എത്തുന്നത്. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മത്സരങ്ങളിൽ പോലും ഈ അഭിനയമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോലും ഞാൻ പങ്കെടുത്തിട്ട് പോലും ഇല്ലാത്ത ആളാണ്.
അങ്ങനെ ഒരാളെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ വലുതാ. പിന്നെ ഇതുമായിട്ട് ഒരു മുന്നോട്ട് ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ പലരും ചെയ്യുന്ന സിനിമ അങ്ങനെയൊക്കെ മുന്നോട്ട് കണ്ടു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതിനോടൊരു ഇഷ്ടമുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഇഷ്ടം വെച്ച് ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്യണമെന്നാണോ അങ്ങനെ അതിന്റെ ഒരു വെച്ചിൽ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനൊരു ഭാവി ഇപ്പൊ ഒരു സിനിമയിലേക്ക് നാളെ ഒരു അവസരം കിട്ടും അങ്ങനെയൊന്നും ചെയ്യണ്ട. ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം അത്ര. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് കോഴ്സ് വന്നിട്ടുണ്ടാവല്ലോ. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല? എനിക്ക് ഈ ഒരു എന്റെ ഒരു കംഫർട്ട് സോണിൽ ഇത് ഇങ്ങനെ മതി എന്നാണ് എന്റെ താല്പര്യം. അതിലൂടെ ഒരു സിനിമ അങ്ങനെയൊന്നും കൊറേ പേര് ഇപ്പൊ കേട്ടിട്ട് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെർഫോം ചെയ്യാന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഞാൻ എന്റെ കൂടെ ഉള്ളവരാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് താല്പര്യമുള്ളവരായിരിക്കും. പക്ഷെ എനിക്ക് അത് താല്പര്യം ഇല്ല. എനിക്ക് അങ്ങനെ കിട്ടില്ലായിരിക്കും. ചിലപ്പോ ഒരു നാളെ ഒരു അവസരത്തിൽ ഇപ്പൊ ഒരു ചെയ്യണം തോന്നിയാലും എനിക്ക് അഭിനയിക്കാൻ കിട്ടൂല. അതായിരിക്കും. അതായത് നമ്മുടെ കംഫർട്ടായിട്ട് നമ്മള് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു മുറിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണം. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഭാവിയിൽ ഞാൻ ഇപ്പൊ ഇത്രയും നാളും ചെയ്ത വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ വേറെ ആരെയും ആ പരിസരത്ത് പോലും വരുത്തിക്കില്ല. ഇപ്പൊ ഒരാള് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര നാളെന്ന് വെച്ചാൽ ഞാനും ആ ട്രൈപോഡും ക്യാമറയും മാത്രമുള്ളൂ. ഞാൻ അതിൽ വെച്ചാണ് എന്റെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ പിന്നെ എങ്ങനെ വേണം എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ മാറ്റം വരുത്തണം. കുറച്ചുകൂടെയൊക്കെ ചെയ്യണം. മാറ്റം വരുത്താനായിട്ടാണോ ഈ പ്രൊപ്പോസൽ? അതൊരു നല്ല നേരത്തെ ചിന്തിച്ച് ഇവർക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടാണ് ഒരാളായിട്ടില്ലേ ഒറ്റയ്ക്കായിട്ട് ഞാൻ തന്നെ ആൺവേഷം കിട്ടണം പെൺവേഷം കിട്ടണം ഒരാളായല്ലോ. വിഗൊക്കെ എടുത്ത് മാറ്റി വെക്കാം. അല്ല അതിനു മുമ്പ് നിങ്ങൾ ഓൾറെഡി കൊളാബ് പോലെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? യൂട്യൂബ് അല്ല ഇൻസ്റ്റാ റീൽസിന് വേണ്ടിയിട്ട്. അപ്പൊ ഓൾറെഡി പെർഫോമൻസ് കണ്ടിട്ടുണ്ട്, ആള് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒന്നും അല്ല പെൺകുട്ടികളെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാം. നമ്മൾ 100 കാര്യം പെയ്ഡാണ്. ഇത് ഫ്രീ ആണല്ലോ. ചെയ്തല്ലേ പറ്റൂ. ഇനി അങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്തോ എന്തെങ്കിലും? മീൻസ് യൂട്യൂബിന് വേണ്ടിട്ട് എന്തെങ്കിലും? ഞാന് മിനിങ്ങാന്ന് പറഞ്ഞു. ഞാൻ സ്റ്റോറി കണ്ടേ അമ്മ. ഞാൻ ചെയ്തായിരുന്നു. ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഷൈ ആയിരുന്നു. പക്ഷെ എനിക്ക് പക്ഷെ ഇപ്പൊ ഒരെണ്ണം എഴുതി ചെയ്തായിരുന്നു. ഇത് ഞങ്ങൾ ഒരു റീൽ എടുക്കാന്ന് ഷൂട്ട് ചെയ്താലും പ്ലാൻ ചെയ്യും, അങ്ങോട്ട് വരില്ല. ഇത് ഡെയിലി നിങ്ങളെ വീഡിയോസ് വരുന്നുണ്ട്. ആൻഡ് ഒരാൾ തന്നെ അഭിനയിക്കണു, അത് പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, ട്രൈപോഡ് സെറ്റ് ചെയ്യണു, അതിന്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കണു, എഡിറ്റ് ചെയ്യണു. ഇതെങ്ങനെയാ പറ്റണേ? അതായത് ഇപ്പൊ നമുക്ക് കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തന്നെയാ ഫീൽ ചെയ്യണേ. കാരണം ഈസി അല്ല. കാരണം ഒരു വീഡിയോ നമ്മളിപ്പോൾ കാണുന്ന യൂട്യൂബ് വീഡിയോ എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും അതിന്റെ പ്രോസസ്സിങ്? നമ്മൾ കാണുന്ന വീഡിയോസ് ശരിക്കും നല്ല എഫേർട്ട് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഒരു 8 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡയലോഗും ഇപ്പം ഒരാളാണല്ലോ, ഒറ്റ ഒരാളാണ് ഇതെല്ലാം ചെയ്യണം. ഞാൻ തന്നെ ട്രൈപോഡ് സെറ്റ് ചെയ്യണം, ഞാൻ തന്നെ എഴുതണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണേ. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ദൈവം സഹായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ ഒരു ദിവസം എഴുതാൻ എന്തായാലും വേണം. നമുക്ക് കുറെ നേരം ഇരുന്ന് ആലോചിച്ചിട്ടായിരിക്കും ഒരു കണ്ടന്റ് ഇങ്ങനെ വിശദീകരിച്ച കാര്യം. ഫസ്റ്റ് ഒന്നും ഞാൻ എഴുതി ചെയ്തിട്ടില്ലായിരുന്നു. പോയിന്റ്സ് വെച്ചിട്ട് പിന്നെ എന്റെ മനസ്സിൽ വരുന്നു, എന്നെ വായി തോന്നിയൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഈ ഒരു കുറച്ചായിട്ട് ഞാനിപ്പോ എഴുതി ഫുള്ള് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ. അതാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറെ ടൈം വേണം. അതിങ്ങനെ ആലോചിച്ച് ഡയലോഗ് എല്ലാം ആലോചിച്ച് എഴുതണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അത് ഒരു ദിവസം എന്തായാലും എഴുതാനും വേണം, ഒരു ദിവസം വീഡിയോ എടുക്കാനും വേണം, പിന്നെ ഒരു 2-3 മണിക്കൂർ വേണ്ടി ഒരു എഡിറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഇപ്പത്തെ ഒരു ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചോദിക്കട്ടെ, എഞ്ചിനീയർ ആയിരുന്നു റൈറ്റ്? വർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ലേ? ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പിലാണ് ഓൾറെഡി പാഷൻ രീതിയിൽ വീഡിയോസ് ചെയ്യണേ. ഇത് രണ്ടും എങ്ങനെ കൊണ്ടുപോകണു? അങ്ങനെയില്ല. ഈ പറയുന്ന തൊട്ട് ജോലിയുടെ ഇടയിൽ ഒരു റിലാക്സ് ആവാൻ വേണ്ടി ചുമ്മാ ചെയ്തു തുടങ്ങിയാണ്. ഓക്കെ. പക്ഷേ എന്നാ പറയാ, എനിക്കൊരു ഇഷ്ടം തോന്നി, പിന്നീട് ഇഷ്ടം തോന്നി. അഭിനയത്തല്ല, എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്. കോമഡി കണ്ടന്റ് ആണ് കൂടുതൽ. ഞാൻ കോമഡി കണ്ടന്റ് ആണ് ചെയ്യുന്നത്. യൂട്യൂബ് ലെങ്തി വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. റീൽസ് ഞങ്ങൾ കണ്ടിട്ടില്ല. ശരിയാ. അത് ഈ പറയുന്നത് ഇത്രയ്ക്ക് പണിയില്ല കേട്ടോ. ഇല്ല. എങ്ങനെയാണ് ആ പണിപ്പുരം? എങ്ങനെയാ? വേഷങ്ങൾ കെട്ടി അങ്ങനെ വിഗൊക്കെ വെച്ചിരുന്ന പരിപാടിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതും ഉണ്ട്. ഞാൻ ഈ ഡയലോഗ് മനപ്പാടം പഠിക്കണം. അതുപോലെ തന്നെ ഈ വിഗും ഓരോ ഡ്രസ്സും മാറി ഒരു വീഡിയോക്ക് ചിലപ്പോൾ തന്നെ ഒരു 5-6 ഡ്രസ്സൊക്കെ മാറണം. അതൊക്കെ ഒരു ഭയങ്കര എഫേർട്ടാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നേരിട്ട് കണ്ടു. ഞാൻ തന്നെ
ഇത്രയൊക്കെ പണിയുണ്ട്. കാരണം നമ്മളൊരു 10 മിനിറ്റേ ഉള്ളു വീഡിയോ, ഞാൻ അത് കാണുന്നേ ഉള്ളായിരുന്നു. അതെ അതെ. പക്ഷെ അത് നേരിട്ട് കണ്ടപ്പോ 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണേ. പല വേഷങ്ങളാണ്, അമ്മയുണ്ട് അമ്മായിമ്മയുണ്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല. കെട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോ അമ്മയായിട്ട് വരുന്നു, അമ്മായിമ്മയായിട്ട് വരുന്നു, സർപ്രൈസ്. ശരിക്കും ഈ പ്രോസസ്സിങ് ശരിക്കും അറിയില്ലായിരുന്നു അല്ലേ? ഐ മീൻ ഓൾറെഡി എഫേർട്ട് ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാന്ന് അറിയില്ലായിരുന്നു. നേരിട്ട് കാണുമ്പോ അത് ശരിക്കും മനസ്സിലായി. ഈ ഫ്രണ്ടിൽ നിന്ന് ഹസ്ബൻഡിലേക്ക് വന്നപ്പോഴേ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ആൾക്ക്? ഇല്ല, ആള് കുറച്ചു അങ്ങനെയല്ല, പഴയ പോലെ തന്നെയാ. നല്ല എനിക്കും കൂടെ കേക്കണം ഇനി ഉണ്ടോന്നൊക്കെ. അല്ല നല്ലൊരാളാണ്, അത് നല്ലൊരാള് എന്ന് പറയുമ്പോ എങ്ങനെ ഞാൻ അത് നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, പരോപകാരിയാണ്, അങ്ങനെയല്ല. നമുക്ക് വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ഞാൻ എന്ത് കണ്ടാണോ ഇഷ്ടപ്പെട്ടത് അതേ ആള് തന്നെയാണ് ഇപ്പോഴും, ഇപ്പോഴാണ്. ഇനി മുന്നോട്ട് അങ്ങനെ ആവട്ടെ കേട്ടോ. ശരിയാട്ടോ. മാരേജ് വേറെ രണ്ടുപേരും ഓൾറെഡി ഇതുണ്ട്. തിരിച്ച് ആളൊരു വൈഫായപ്പോ ഫ്രണ്ടിൽ നിന്ന് ഒരു വൈഫായപ്പോ ആൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച്? കുറച്ചുകൂടെ മെച്ചൂർഡ് ആയെന്ന് തോന്നുന്നു. ഒരു മാസം ആയില്ലല്ലോ, കാണിക്കാനായിട്ടില്ല. ഒരു 1 year ഒക്കെ കഴിയണം നമുക്ക് ശരിക്കുള്ളത് മനസ്സിലാവാൻ. എനിക്ക് സ്വഭാവം പുറത്തെടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ശരിക്കും പ്ലാൻ ഉണ്ടല്ലോ എന്റെ സ്വഭാവം അല്ല കെട്ടിയതൊക്കെ. ശരിക്കും ഈ അമ്മായിയമ്മ പരിപാടി അങ്ങനത്തെ കോണ്ടന്റ് ആണ് കൂടുതൽ ചെയ്യുക. എനിക്ക് ആളുകൾക്ക് വരാറുണ്ട് ഈ അമ്മായിമ്മയൊക്കെ. ആണോ? റിയൽ ക്യാരക്ടേഴ്സിലോ സമയത്ത് നമ്മൾ എഴുതുന്ന ക്യാരക്ടർ എന്റെ സ്വഭാവത്തിൽ വരാറുണ്ട്. ചിലപ്പം ചില രീതിയിൽ അമ്മായിമ്മ സ്ലാങ് ഒക്കെ കയറി വരാം. അവിടെ വീഡിയോ എടുത്തിട്ടായിരിക്കും വരുന്നത്, പക്ഷെ ക്യാരക്ടർ എടുത്തില്ല. ക്യാരക്ടറിൽ ഞാൻ സംസാരിക്കും ചില സമയത്ത്. അതെങ്ങനെയാ വലിയ ആക്ടേഴ്സ് ഒക്കെ എങ്ങനെയാ ക്യാരക്ടറിലേക്ക് അങ്ങനാണെന്ന് പറയുന്നു. ഇനിയിപ്പം അങ്ങനെ കാണിച്ചിട്ട് ക്യാരക്ടറിനെ വിട്ടുപോയിട്ടില്ലെന്ന് പറയുന്നതാണോ അറിയില്ല. ഇത്തരം വിഷയങ്ങള് വീഡിയോസിൽ വരുന്ന സമയത്തെ പലപ്പോഴും നമുക്ക് കല്യാണം കഴിക്കാൻ തന്നെ പേടിയാവും. ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമെന്ന്. നിങ്ങളുടെ ലൈഫിൽ ശരിക്കും അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ മുമ്പ് ഇനി ഇങ്ങനെ വല്ല അമ്മായിമ്മേനെ കിട്ടുമോ, മരുമോളെ ഇങ്ങനെ ആയിരിക്കോ എന്നൊക്കെ? അല്ല, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോ സമയത്ത് തന്നെ ഓരോ ടൈപ്പ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്, ഇത് കാണുമ്പോ പേടിയാണ്. ഞാൻ പിന്നെ ചെറിയൊരു സാധനം ആണെങ്കിൽ അത് കുറച്ചുകൂടെ അങ്ങോട്ട് ആഴത്തിലായിരിക്കും വീഡിയോയും ചെയ്തത്. ചേച്ചി എനിക്ക് പേടിയാവുന്നു വീഡിയോ, കല്യാണം കഴിക്കാൻ പേടിയുന്നു. പക്ഷെ ഞാൻ പിന്നെ എല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരുവിധം ടൈപ്പ് എല്ലാം എനിക്കറിയാം. മുന്നോട്ട് പോയാലും ഇപ്പൊ ഇത് എങ്ങനെയാവും ഏതാവുന്ന എനിക്ക് അറിയാം. ഇങ്ങനെ പേടിയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ കമന്റ്സിലുണ്ട് പേടി, ചേച്ചിന് പേടി കാണുമ്പോൾ എനിക്ക് പേടിയാവും, കല്യാണം വേണ്ടാന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ്സ് വരാറുണ്ട്. എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ പേടിപ്പിച്ചു, ആർക്കത്ര പേടിയില്ല. ഞങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കൊറേയൊക്കെ എന്റെ കണ്ടന്റ്സ് ആണ്. പിന്നെ കുറെ പേര് ഇങ്ങനെ മെയിൽ അയക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കണ കുറെ, ചിലപ്പോ ഒരു ദിവസം ഉണ്ടായിരിക്കണ ഒരു വഴക്കായിരിക്കും, അവരുടെ വീട്ടിലുണ്ടായിരിക്കണ വഴക്ക് എനിക്ക് അയച്ചു തരും, ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരും. അപ്പൊ എനിക്ക് അതിൽ നിന്നൊരു കണ്ടന്റ് കിട്ടും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ കുറെ റിയൽ ലൈഫ് സാധനങ്ങളും ഉണ്ട് അതില്, ഒത്തിരി റിയൽ സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഒരു പേടി, ഇതെങ്ങനെ നമ്മുടെ ലൈഫ് ചിലപ്പോൾ അതുമായിട്ട് സാമ്യമുള്ളതൊക്കെ ചിലപ്പോൾ അവരുടെ ഈ കാണുന്ന ആൾക്കാർക്ക് അതുമായിട്ട് സാമ്യമുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഭയങ്കര പേടിയാ, ചേച്ചി എന്ത് ചേച്ചിയുടെ വീഡിയോ ആണെന്ന് എനിക്ക് പേടിയുണ്ടോ, ഞങ്ങൾ കല്യാണം കഴിക്കില്ല, അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ പേടിയുണ്ടായിരുന്നോ? വീഡിയോ കണ്ടിട്ടും തോന്നിയില്ല, നീയല്ലേ പെടാൻ പോണേന്നൊക്കെ. അതോ റിയൽ ആളുടെ എക്സ്പ്രഷനിലുണ്ടത് പറയാൻ പറ്റൂല. ഈ പറയുന്നത് 1 year കഴിഞ്ഞിട്ട് എന്താ ആരാ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് 1 year കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒന്നും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സത്യാവസ്ഥ അറിയാം, എനിക്ക് കുറച്ച് കാര്യം പറയാം. ഓൾറെഡി നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുമ്പോഴേ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ ലൈഫിൽ കിട്ടണം. അപ്പൊ നിങ്ങൾ ഡെയിലി നടക്കുന്ന വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ഇതൊരു കോണ്ടന്റ് ആക്കിയാലോ അങ്ങനെ ചിന്തിക്കോ? ശരിക്കും അല്ല, അങ്ങനെ കിട്ടാറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ചുറ്റുമൊക്കെ നമ്മുടെ അയൽപക്കത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയൊരു ത്രെഡ് ആയിരിക്കും, ആ ത്രെഡിൽ നമുക്ക് ഒരു കണ്ടന്റ് കിട്ടും, ശരിക്കും കിട്ടും. ചിലപ്പോൾ ചെറുത് എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കും, അപ്പൊ അത് ഇത് നമുക്ക് ആക്കിയല്ലോ. അതുപോലെ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, കുറെ ഞങ്ങളുടെ ഫാമിലീസിലൊക്കെ ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവര് കേട്ടാലും കുഴപ്പമില്ല. അപ്പൊ അവരിങ്ങനെ
ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവർക്ക് ശരിക്കും കൊള്ളിക്കാത്ത രീതിയിൽ ചെയ്യിച്ചിട്ടൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങൾ. എനിക്ക് ചിലപ്പോ നമുക്ക് നേരിട്ട് പറയാൻ പറ്റത്തില്ല. അവരുടെ മുഖത്തൊക്കെ നമുക്ക് ഇവിടെ ബന്ധുക്കളുടെ മുഖത്തൊക്കെ ഞാൻ കുത്തും. അവർക്കത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. എന്നെ പറയുകയാണെങ്കിൽ എന്റെ ഒരു അയൽവക്കത്തിന് ആന്റിയെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അവര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർക്കത് മനസ്സിലായല്ലോ, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എനിക്കത് അത്രേ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റും, നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യം നമുക്ക് വീഡിയോയിൽ അന്തസ്സായിട്ട് ചെയ്യാൻ പറ്റും, പറയാം, കീറി വലിച്ച് ചെയ്യാൻ പറ്റും. പലർക്കും അതുപോലത്തെ ആളുകളെ നമുക്ക് ഉണ്ടാവും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ കാണുന്നവർക്ക് ചിലപ്പോ അതുപോലുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ചിലപ്പോ അവർക്ക് റിയലൈസ് ചെയ്തിട്ട് അവരെ ഈ ക്യാരക്ടർ മാറ്റണമെങ്കിൽ മാറ്റാം. അതൊന്നും മാറ്റാറൊന്നുമില്ല. അതിന് വളരെ സാധ്യത വളരെ കുറവാണ്. മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും മാറത്തില്ല. അവര് മാറിയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവർക്കൊരു കൊട്ടു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം. നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നേരിട്ട് നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കും അവരുടെ മുഖത്ത് നോക്കി. പക്ഷെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ അവരെന്തായാലും ആ വീഡിയോ കാണുന്ന ഉറപ്പാണ്. നമ്മുടെ വീഡിയോസ് എന്തായാലും അവർ കാണുകയും ചെയ്യും. അവർക്ക് എങ്ങനെ ഉള്ളിൽ തോന്നാം എന്നെ കുറിച്ചായിരിക്കുമോ എന്നൊരു തോന്നലൊക്കെ വേണമെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഇങ്ങനെയും ഉണ്ട് ഉപകാരങ്ങൾ. നിങ്ങളുടെ കൂടെയുള്ള ഫാമിലീസ് ഫ്രണ്ട്സ് ഒക്കെ ഒന്നും കൂടെ വീഡിയോസ് ഒക്കെ നോക്കാം, നിങ്ങളൊക്കെ അതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. കുറെ ഫാമിലിയിൽ ഉണ്ടായിരിക്കണ ഫാമിലി മാത്രമല്ല, ഇനി അങ്ങോട്ട് വരുന്നതൊന്നും കൂടെ നോക്കണം. ഭർത്താവും കാണും. ഞാനത് ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കൊരു അന്വേഷണമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ശരൺ ചേട്ടന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നല്ലവനായ ഉണ്ണിയെ നല്ലവനായ ഉണ്ണിയെ സൂക്ഷിക്കേണ്ടത് അല്ല, ഒരു നമുക്കിപ്പോ അധികം നാളായിട്ടല്ലോ കല്യാണം കഴിച്ചിട്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ലോലനായ ഭർത്താവ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ക്യാരക്ടറൊക്കെ മാറും. ലോലൻ മാറി വേറെ ആരെങ്കിലൊക്കെ. പക്ഷെ ഇപ്പൊ നിലവിൽ വേണമെങ്കിൽ ഒരു ലോലനായ ഭർത്താവ് അതാണ് നമുക്ക് എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് അതെന്തായാലും ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ്. ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ എന്തായാലും ഉറപ്പ് നല്ല സപ്പോർട്ടീവ് ആയിട്ട് മതി മതി ഇത്ര മതി. ഓക്കെ, അപ്പൊ ലോലൻ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, അതാണ് ക്യാരക്ടർ. അല്ല അങ്ങനെ അല്ല, ഒരു നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാള്. പല പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന അതിനൊരു ഹസ്ബൻഡ് വേണമെന്ന് വിഷ് ചെയ്യുന്ന ചേട്ടനാണ്. പക്ഷെ ഇവള് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രൊപ്പോസൽ റിജക്ട് പല പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണെങ്കിൽ. അല്ല, അങ്ങനെ പ്രൊപ്പോസൽസ് ഒക്കെ വരില്ലേ? എന്താ അതിലൊന്നും വീഴാതെ ചേച്ചിയിൽ വീണത്? വിധി. വീഴ്ത്തി, അത് ഞങ്ങളുടെ കഴിവ്. വീഴ്ത്തിയല്ല, വിധി. വിധിന്നാണോ കേക്കുന്നുണ്ടോ? ഇപ്പൊ കഷ്ടകാലം വണ്ടി വിളിച്ച് വന്നതാണ്. അത്രേ ഉള്ളൂ. ഇല്ല, എനിക്ക് എപ്പോഴും നല്ല ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് ഇതിൽ നല്ലൊരു ഓപ്ഷൻ ഇല്ല. അതെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 6 വർഷമായിട്ട് അറിയാം. അപ്പം അതിനെക്കാട്ടും എന്നെ മനസ്സിലാക്കാനായിട്ട് ഇനിയിപ്പം വേറെ ഒരാളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇന്നത്തെ പല കുട്ടികളും കല്യാണം കഴിക്കാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ ചൂസ് ചെയ്യാൻ ഭയങ്കര കൺഫ്യൂസ് ആണ്. നിങ്ങൾ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ് രണ്ടുപേരും. നിങ്ങളുടെ ലൈഫിൽ മെച്യൂർഡ് ആയതിനു ശേഷമാണ് നിങ്ങൾ ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നത്. പക്ഷെ ഒരു മാരേജിലേക്ക് വരുന്ന സമയത്ത് ലൈഫ് പാർട്ട്ണർ എന്ന രീതിയിൽ ശരിക്കും എന്തൊക്കെ കാര്യം മെയിനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത ഒരു 5 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, എങ്കിലും ഒരു ലൈഫ് ഫസ്റ്റ് എനിക്കത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് 1, സപ്പോർട്ടീവായിട്ട് നിൽക്കണം. സപ്പോർട്ടീവായിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും സപ്പോർട്ടീവായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി പറയണം. നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞ് ചെയ്ത് തെറ്റാണെങ്കിൽ അത് നമ്മുടെ മുഖത്ത് നോക്കി പറയണം. അല്ലാണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങളാക്കുന്നതിന് പകരം നമ്മുടെ മുഖത്ത് നോക്കി എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെന്താ അഡ്ജസ്റ്റ്മെന്റ് വെരി ഇമ്പോർട്ടന്റ്. തീർച്ചയായും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വെച്ചാൽ ഒരു ഞങ്ങൾ അത്രയ്ക്ക് ഇത്ര ആയിട്ടില്ല, എന്നാലും പറയാം നമുക്ക് മുന്നോട്ടൊരു പോകുന്ന ലൈഫിൽ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, അല്ലാണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈക്വൽ ആയിട്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. ഇതേ അഡ്ജസ്റ്റ്മെന്റിനെ ഒരു ടീം ഒരു ആളുകൾ പറയാറുണ്ട്, ലൈഫ് എങ്ങനെയാ ഒരു കപ്പിളായിട്ട് ഇരിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അതിലെന്ത് ഹാപ്പി ഉണ്ടാവാന്നും പറയുന്ന ആളുകളുണ്ടല്ലോ.
അവിടെ എങ്ങനെയാ ഒരു അല്ല നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം ചില കാര്യങ്ങളില് നമ്മുടെ അങ്ങനല്ല എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ് നോ പറയാൻ പറ്റുന്നിടത്ത് പറയണം, നോവനെ പറയണം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വേണം, ഈക്വൽ ആയിട്ട് നമുക്ക് വേണം. പിന്നെ സ്നേഹം വേണം ഇതിനകത്ത്. അതുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. നേരത്തെ പറഞ്ഞ ആ ടീമിന് അത് കാണത്തില്ലായിരിക്കും. വരുന്നുണ്ട് ആള് പുറത്തേക്ക് എന്നൊക്കെ. അല്ല നമ്മള് രണ്ടുപേരും കൂടെ ഒരു വിവാഹം തുടങ്ങുന്നത് എങ്ങനെ നമ്മൾ രണ്ടുപേരും ഈക്വൽ ആയിട്ട് പോവാന്നുള്ളത് ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, സ്നേഹം ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. കോണ്ടന്റിന് വേണ്ടി വേറെ എവിടെയും പോണ്ട, നിങ്ങൾ സംസാരിച്ചാൽ മാത്രം മതി, വിഷയങ്ങൾ അങ്ങോട്ട് കിട്ടുന്നൊക്കെ. വേറെ കഴിഞ്ഞു 4 എണ്ണമായിട്ടില്ല, ഇനി ഒന്നും കൂടെ വേണം, 5 എണ്ണം. അല്ല സ്നേഹം സ്നേഹം ആയല്ലോ. ഇത്രയും നാളെണ്ണം മതിയോ ശരിക്കും? അല്ല ഒരുപാടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര മതി. തുടങ്ങിയുള്ളല്ലോ. അതെ, ഓക്കെ. ഇപ്പൊ 1 month നിങ്ങളുടെ ഈ ഒരു ഇപ്പൊ തന്നെ നിങ്ങളുടെ ഒരു കണക്ഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഒരു ഗെയിമിലേക്ക് പോയാലോ? വേണം. ഈ ഒരു ട്രാക്കില് രണ്ടുപേരുടെ ഫോണ് എടുത്തിട്ട് അതില് നോട്ടില് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ലീ ചേച്ചിക്ക് ഏറ്റവും ലൈഫില് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് എന്താ ചേച്ചി? ലൈഫിൽ ഏറ്റവും സന്തോഷം? അതെന്താ അത്രയും ആ സന്തോഷമാണോ ലൈഫിൽ കിട്ടിയത് കല്യാണം? ഞങ്ങളുടെ കല്യാണം ഞങ്ങൾക്ക് അത്രയും ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഈ സെപ്റ്റംബർ 18 ഞങ്ങളുടെ കല്യാണം കഴിയണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, വലിയ ആർഭാടം ഇല്ലാണ്ട് വളരെ ചെറിയ രീതിയിൽ കല്യാണം കഴിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ഇതായിരുന്നില്ല, വെച്ചാൽ എല്ലാവരും ഇത് പറയും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആഗ്രഹമാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് അന്ന് തന്നെ നമ്മുടെ അടുത്തുള്ളൊരു വൃദ്ധസാധനമുണ്ട്, ഒരു 200 പേരുള്ള ഒരു അമ്മമാരുള്ള വൃദ്ധസാധനമുണ്ട്, ദേവദാൻ സെന്റർ എന്ന പേര്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി, ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. പാരന്റ്സ് ആണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും അത്ര ഉണ്ടായിരുന്നു. പേരൻസും സിബ്ലിങ്സും മാത്രമേ ഉള്ളായിരുന്നു. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അത് പറയാൻ പറ്റത്തില്ല, എല്ലാരും ഹാപ്പി ആയിരുന്നു. വലിയൊരു നമുക്ക് അത്രയും ഇപ്പൊ സാധാരണ ഒരു കല്യാണം പോലെ ആയിരുന്നില്ല. കുറെ പേര് ഇപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഇതായിരുന്നു. അധികം ആൾക്കാരൊന്നുമില്ല, വലിയ ചെറിയൊരു കല്യാണം നടത്താനായിട്ടായിരുന്നു. സോ കുറച്ചു പേരുള്ളതുകൊണ്ട് പേരൻസും സിബ്ലിങ്സും മാത്രം ഉള്ളതുകൊണ്ട് ആ ഹാപ്പിനെസ് വേറെ എവിടോട്ടും പോയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകള് 200 പേര് അമ്മമാരുടെ കൂടെ അന്നത്തെ ദിവസം ഫുള്ള് ചെലവഴിച്ചപ്പം എന്നാ പറയാ, അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിപ്പോയി. അവർക്ക് അങ്ങനെ ഇപ്പൊ അവിടെ ശരിക്കും ഇപ്പൊ ഇങ്ങനെ വൃദ്ധസാധനങ്ങളിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് നേരിട്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ അവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. നമ്മൾ നേരിട്ട് ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവരോട് കൂടി ഇരിക്കാൻ പറ്റിയത് അന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അത് ഇപ്പൊ ഞങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി വീഡിയോ കിട്ടായിരുന്നു. വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കും അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു കല്യാണം അവർക്ക്. അപ്പൊ ഒത്തിരി പേര് നല്ല അഭിപ്രായം വിളിച്ചിട്ടാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞു. ആ ദിവസം ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഒരു സൈഡ് ശ്രീധരത്തിന്റെ പേരിലും സ്വർണത്തിന്റെ പേരിലൊക്കെ അവിടെ കൊലകൾ നടക്കണു, അവിടെ സ്നേഹവും ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകൾ, കാരണം പറയാം ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തിരി ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചെയ്തു എനിക്ക് തോന്നുന്നു. അത് നിങ്ങളൊരു സന്തോഷമാണെങ്കിൽ പലരെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരു വലിയൊരു കാര്യമാണ്. ആ തോട്ട് ഓൾറെഡി ഉണ്ടായിരുന്നോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ആളുകൾക്ക് ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോസിലായാലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നമ്മള് വേറൊരാൾ ഇത് അനുകരിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അനുകരിക്കണം വെച്ചാൽ ഞങ്ങളുടെ താല്പര്യം ഇതായിരുന്നു, ഞങ്ങളുടെ ഒരു ഇഷ്ടം. എന്നോട് ശരിക്കും ഇതിനെ കുറിച്ച് പറയണത് ചേച്ചിയാ പറഞ്ഞു തരണ്ടേ, എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത് ഇത് തന്നെയായിരുന്നു. എനിക്കിങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നത് തന്നെ പുള്ളിയാ. അപ്പൊ ഫസ്റ്റ് ആദ്യം കേട്ടപ്പോ ഞാൻ ഇതിനൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ പിന്നെ പോകെ പോകെ എനിക്ക് അതിനെന്തൊരു ഇഷ്ടം തോന്നി. നമ്മളതൊരു നമുക്ക് അതിനോടൊരു താല്പര്യം തോന്നി. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അന്നത്തെ ദിവസം നടന്നു എന്ന് പറയുമ്പോ അത് ഭയങ്കര അന്നാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഹാപ്പി ആയിട്ടുള്ള. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം തീരെ മറക്കാൻ
അതിലിതായി സന്തോഷമുള്ള ദിവസം. അത് നമ്മൾ ആ വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ഞങ്ങൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ അത്രയും അടുത്ത പാരന്റ്സും സിബ്ലിങ്സും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവരുടെ മുഖത്തെ ചിരി കാണാൻ പറ്റും. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ദിവസം. അപ്പൊ അതൊരു നല്ല സന്തോഷമുള്ളൊരു നല്ലൊരു ദിവസമായിരുന്നു. ഇനി അത് ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് പോട്ടെ. കുറെ പേര്, എന്റെ വലിയ ഡ്രീം അത് തന്നെ, വളരെ സിമ്പിൾ ആയിട്ട് മാരേജ് ചെയ്യാം. അല്ല, എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൈൻഡ് സെറ്റ് അതായിരുന്നു. ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. വലിയ ആഡംബരം കാണിച്ച് അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന വിട്ട് ഇൻഫ്ലുവൻസ് ആവുമെന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും അല്ല. ഇങ്ങനെ ഒരു ആഗ്രഹം വന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് ഒക്കെ ഓക്കെ ആയിരുന്നു. പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടത്തോട് അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞൊരു വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങളുടെയും രണ്ടുപേരുടെയും അവരുടെ ഒത്തുചേരലാണ്. അപ്പം അതിൽ ഒത്തിരി അത് ശരിക്കും അങ്ങനെ തെറ്റാന്നല്ല കേട്ടോ, സാധാരണ കല്യാണങ്ങൾ തെറ്റാന്നല്ല. ഞങ്ങളുടെ ഒരു താല്പര്യം ഇതായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലീസും ഒന്നിക്കുന്ന ഒരു ദിവസം, അത് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഇതിന്റെ ഇടയിൽ പലർക്കും ഈ കാര്യം കേട്ടപ്പം കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ പിന്നെ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ തീരുമാനമല്ലേ, പേരൻസ് കൂടെ ഉണ്ട്, പിന്നെ എന്തിനാണ്, പിന്നെ ആരെ പേടിക്കണം. പിന്നെ ആ ദിവസം മറക്കൂല കേട്ടോ. അത് ശരിയാ. ശരിക്കും എപ്പോഴും കല്യാണം ഒരുപാട് പേരുമ്പോ നമ്മുടെ കല്യാണം അല്ലാത്ത പോലെ ഫീൽ ചെയ്യും അല്ലേ, നമ്മ കയ്യിൽ നിൽക്കാത്ത പോലെ. എന്റെ കൂടെ തന്നെ എന്റെ ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞ് കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസത്തെ ബുദ്ധിമുട്ടും. പിന്നെ അവരും സപ്പോർട്ടീവ് ആയിരുന്നു, കഴിഞ്ഞവരും സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരെന്റെ കൂടെ കട്ടക്ക് നിന്ന്. യെസ്, അതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. ഓക്കെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.